ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയൊക്കെ ചർച്ച ചെയ്യാൻ ഇടതുമുന്നണിയുടെ യോഗം ചേരുന്ന ദിവസമാണ് ഇന്ന്. രാവിലെ 10:30 യോഗം ചേരും. തോൽവിയുടെ കാരണങ്ങളാകും യോഗം ചർച്ച ചെയ്യുക. തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന നിലപാടിലാണ് CPIM. എന്നാൽ അങ്ങനെയല്ലെന്ന് CPIയുടെയും വിലയിരുത്തലുണ്ട്. അർജുൻ രാജ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അർജുനെ, ഗുഡ് മോർണിംഗ്. ഇപ്പം ഇടതുമുന്നണിയുടെ യോഗം ഇന്ന് ചേരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടി തന്നെയാണ് മുഖ്യ വിഷയം. പക്ഷേ ഇതിലിപ്പം CPIക്കും CPMനും രണ്ടഭിപ്രായമാണ്. ഭരണവിരുദ്ധ വികാരമില്ലെന്നും സ്വർണ്ണക്കൊള്ളക്കേസൊന്നും ഇതിനെ ബാധിച്ചിട്ടില്ല എന്നും CPIM വിലയിരുത്തുകയും സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വന്ന് വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ CPIയുടെ വിലയിരുത്തൽ അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വത്തിന്റെ ഹിന്ദുവിൽ വന്ന ലേഖനമുണ്ട്, സന്തോഷ് കുമാർ MP അടക്കമുള്ളവരുടെ പ്രതികരണമുണ്ട്. അതൊക്കെയും പറയുന്നത് ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചും അതേപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ എന്തൊരു തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത? എന്ത് പ്രതീക്ഷിക്കണം ഇന്നത്തെ യോഗത്തിൽ നിന്ന്, അർജുൻ? സേതു, ഗുഡ് മോർണിംഗ്. ഇടതുമുന്നണി യോഗത്തിന് തൊട്ട് മുൻപ് ഇന്നലെയാണ് CPIയുടെയും CPIMന്റെയും നേതൃയോഗങ്ങൾ ചേർന്നത്. സേതു പറഞ്ഞതുപോലെ തന്നെ CPMന്റെ വിശദീകരണം അല്ലെങ്കിൽ വിശകലനം ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആ നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന വിലയിരുത്തലാണ് CPMനുള്ളത്. CPIക്ക് പക്ഷേ അങ്ങനെയല്ല. കുറെ കൂടി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അവർ വിലയിരുത്തുകയും നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം ഇന്നലത്തെ CPIയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടായി എന്ന് മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടിയായി എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി എന്ന് മാത്രമല്ല, ആളുകൾക്ക് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളിൽ സംശയവും ആശങ്കയും ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് PMC ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ എടുത്ത തീരുമാനങ്ങൾ തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തൽ വരെ CPI നടത്തിയിട്ടുണ്ട്. CPM പക്ഷേ അങ്ങനെയല്ല. വിശദമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും അത്തരം നിഗമനങ്ങളിലേക്ക് എത്തുക എന്നുള്ള വിലയിരുത്തലാണ് CPIനുള്ളത്. പക്ഷേ ഇന്ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യും. CPI അവരുടെ പ്രധാനപ്പെട്ട ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ CPM ഈ ഇടതുമുന്നണി യോഗത്തിൽ തന്നെ വിശദീകരിക്കും. അതിലൊന്നാമത്തെ കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും. CPMും CPIയും ഇടതുമുന്നണിയും കണക്ക് കൂട്ടിയതിനപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള സ്വാധീനിച്ചു വോട്ടർമാരെ എന്നുള്ള വിലയിരുത്തൽ CPI ഈ യോഗത്തെ അറിയിക്കും. ഒപ്പം തന്നെ PMC ഉൾപ്പെടെയുള്ള സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ ആളുകൾക്ക് എതിർപ്പുണ്ട്, അതും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്നുള്ള കാര്യങ്ങൾ CPI ഇടതുമുന്നണി യോഗത്തെ അറിയിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം തീരുമാനങ്ങൾ, സർക്കാർ എടുത്ത നയപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് തിരുത്തിക്കൊണ്ടുള്ള വളരെ വേഗത്തിലുള്ള പരിഹാര നടപടികൾ വേണമെന്നുള്ള ആവശ്യമായിരിക്കും തിരുത്തലുണ്ടാകുമെന്നുള്ളതാണ്. കാരണം ഇന്നലെ തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഈ ബിനോയ് വിശ്വത്തിന്റെ നിലപാടൊക്കെ തള്ളിയിരുന്നു, CPIയുടെ നിലപാടുകളൊക്കെ തള്ളിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇടതുമുന്നണി യോഗം ഏതൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും എന്നത് അറിയാനും ആകാംക്ഷയുണ്ട്.